അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുടെ വ്ളോഗിൽ യൂഫോർബിയ മിലി എന്ന് പറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള പൂക്കളെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ വേറൊരു പൂവും കൂടിയുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. ആദ്യം യൂഫോർബിയ. അപ്പോൾ യൂഫോർബിയ എന്ന് പറയുമ്പോൾ ഒരുപാട് മുള്ളുകളുള്ള ഭയങ്കര ഭംഗിയുള്ളൊരു അലങ്കാര ചെടിയാണ് ഈ യൂഫോർബിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്രിസ്തുവിൻ്റെ കിരീടം എന്നൊക്കെ പറയുന്ന പോലെ ക്രൗൺ ഓഫ് തോൺസ് എന്നൊക്കെ പല പേരുകളിലായിട്ടിത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ചെടിയുടെ തണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറയെ മൂർച്ചയുള്ള മുള്ളുകളായിരിക്കും. അപ്പോൾ ഈ മുള്ളുകളിൽ ചെറിയ ഇലകളും പിന്നെ മനോഹരമായിട്ടുള്ള ചെറിയ പൂക്കളും ഉണ്ടാവും. ഒരുപാട് കളേഴ്സിൽ യൂഫോർബിയ മിലി അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ ഒരു വൈറ്റ് ഷെയ്ഡും അതുപോലെ റെഡുമാണുള്ളത്. ചുവപ്പുണ്ട്, പിങ്ക് ഉണ്ട്, മഞ്ഞ, വെള്ള, അങ്ങനെ ഒരുപാട് കളറിൽ നമ്മൾ ഈ പൂവ് കാണപ്പെടുന്നുണ്ട്. ഈ പൂക്കൾ നമുക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ് ഈ ചെടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെയിൽ കൊള്ളുന്നത് പോലെ വേണം നിങ്ങൾ യൂഫോർബിയ ചെടികൾ വളർത്തിയെടുക്കാൻ. അതുപോലെ തന്നെ ചട്ടിയിലായിരിക്കും വളർത്തുന്നത് കുറച്ചും കൂടി ഒരു ഭംഗി നമുക്ക് കിട്ടുക ചട്ടിയിൽ വളർത്തുമ്പോഴാണ്. ആൻഡ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ചട്ടിയിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. കാരണം വെള്ളം ഒരുപാട് കെട്ടി നിർത്തുകയാണെങ്കിൽ ഈ ചെടികളുടെ വേര് പെട്ടെന്ന് തന്നെ നശിച്ചു പോവും. അപ്പോൾ വെള്ളത്തിന് ഹോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. നല്ല സൂര്യപ്രകാശം സൺലൈറ്റ് കിട്ടുന്ന സെക്ഷനിൽ തന്നെ ഏരിയയിൽ തന്നെ നമ്മൾ ഈ ചെടി വെക്കണം. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഇതിൽ വളർത്തിയെടുക്കാൻ പറ്റും. പൊതുവേ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു ചെടിയാണിത്. കാരണം ഇതിൻ്റെ മുള്ളു കുത്തിയാൽ ക്യാൻസർ വരും, ഇങ്ങനെ പല പ്രചരണങ്ങളും നമ്മൾ കേൾക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് നല്ല കറയാണ്. അപ്പോൾ ഈ കറ പാല് പോലെ ഒരു വെള്ള കറയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കറ നമ്മളുടെ തൊലിയിൽ, സ്കിന്നിലോ അല്ലെങ്കിൽ കണ്ണിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ അലർജി അങ്ങനത്തെ ചൊറിച്ചിലൊക്കെ വരാൻ കുറച്ച് സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. അതല്ലാണ്ട് ഇതിൻ്റെ മുള്ളു തട്ടിയാൽ ക്യാൻസർ വരും, അങ്ങനത്തെ ഒരുപാട് ഫാൾസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ശരിയല്ല. ചൈനീസ് വിശ്വാസം അനുസരിച്ചിട്ട് ഈ ചെടിയിൽ 8 പൂക്കൾ വിരിയുന്നത് ഭാഗ്യമായി കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചൈനീസ് വിശ്വാസമാണ്. അങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഓരോ ഇതാണ്. അതുപോലെ യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെട്ടപ്പോൾ ധരിച്ചിരുന്ന മുൾക്കിരീടം ഈ ചെടി കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ഓരോ വിശ്വാസങ്ങളാണിതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഈ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെടുത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വർഷം മുഴുവൻ പൂക്കൾ തരും. ഇനി അടുത്ത നമ്മളുടെ പൂക്കൾ തരുന്ന അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ബ്ലീഡിങ് ഹാർട്ട് വൈൻ. എൻ്റെ ബ്ലീഡിങ് ഹാർട്ട് വൈൻ്റെ 2 വെറൈറ്റീസാണ് ഉള്ളത്. ഒന്ന് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡാർക്ക് പീച്ച് കളറിലുള്ള ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട് വൈനും പിന്നെ ഒരു റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള ബ്ലീഡിങ് ഹാർട്ട് വൈനും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനും നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് തന്നെ കിട്ടേണ്ട ഒരു പ്ലാന്റാണ് ബ്ലീഡിങ് ഹാർട്ട് വൈൻ. ഇത് ചിലവർ ചട്ടികളിൽ വെട്ടിക്കൊടുത്ത് പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് ഒരു സ്റ്റിക്കുമിലോ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് വളർത്തുന്നത് കാണാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ ഒരു ക്ലൈംബറും കൂടിയാണ്. അപ്പോൾ വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വള്ളിച്ചെടിയായിട്ട് നല്ല രീതിയിൽ തന്നെ പടർത്തി എടുക്കാവുന്ന ഒരു ചെടിയാണ് ബ്ലീഡിങ് ഹാർട്ട് വൈൻ. ഇതും വർഷം മുഴുവൻ, മഴക്കാലം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വെയിലുകാലം ഫുള്ള് നമുക്ക് പൂക്കൾ തരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും നല്ല ഭംഗിയാണ്. നമ്മളുടെ ഒരു വെറ്റിലയൊക്കെ ഇല്ലേ, അതിനോടൊക്കെ ഒരു സാമ്യമുള്ളൊരു ചെറിയൊരു ഇലകളാണിതിന്. നല്ല ഭംഗിയുള്ള ഇലകളും ഒരുപാട് കൊലകുത്തി പൂക്കൾ തരുന്നൊരു പൂവാണ് ബ്ലീഡിങ് ഹാർട്ട് വൈൻ. ഈ ഒരു ചെടിക്ക് ഈ ഒരു പേര് വരാൻ കാരണം ഹൃദയാകൃതിയിലുള്ള പൂക്കളാണ്. അതുകൊണ്ടാണ് ഹാർട്ട് വൈൻ എന്ന് പറയുന്നത്. പിങ്ക് അതുപോലെ വൈറ്റ് കളറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു ചെടിയുടെ ഉദ്ഭവം എന്ന് പറയുന്നത് ചൈന, കൊറിയ, ജപ്പാൻ, റഷ്യ ഭാഗങ്ങളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ഭവം. പക്ഷേ എന്തുകൊണ്ടോ നമ്മളുടെ ഇന്ത്യൻ ക്ലൈമറ്റിനും അനുയോജ്യമായിട്ടുള്ളൊരു ചെടിയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ആ പൂക്കൾ പൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്ക് കളർ തോട് കാണാം. അതും കാണാൻ ഒരു ഭംഗി തന്നെയാണ്. ഓരോ ചെടികൾക്കും അതിൻ്റെ പേര് നമ്മൾ വെറുതെ കൊടുക്കുന്നതല്ല. ഇപ്പോൾ ഈ ഒരു ചെടീനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ നിന്ന് രക്തം പൊടിയുന്ന പോലെയുള്ള പൂക്കളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്ലീഡിങ് ഹാർട്ട് വൈൻ എന്ന പേര് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചില ഫങ്ഷൻസിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ബൊക്കേസിൽ അവരിത് ഇൻക്ലൂഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ്, ഒരു ഡെക്കറേഷനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൽ ഇതിൻ്റെ ഒരു വേര് നിൽക്കുന്ന സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് വേര് അത്യാവശ്യം നല്ല വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു നനവുള്ള പ്രദേശത്താണ് ഇതിൻ്റെ വേര്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വേര് അത്രമാത്രം വണ്ണമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം എപ്പോഴും അത്യാവശ്യം ഒരു സൂര്യപ്രകാശം കിട്ടാതെ നനഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. മെയിനായിട്ട് സൺലൈറ്റ് കിട്ടേണ്ടത് ഇതിൻ്റെ സ്റ്റെമ്മ്, അതുപോലെ ഇലകൾ, ആ ഭാഗങ്ങളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പം മേടിച്ച് വെച്ച് ഒരു 1 മന്ത് ആവുന്നതേ ഉള്ളൂ. ഇതിന് പറയാനാണെങ്കിൽ റെഡ് പൂക്കളാണ്. ഈ റെഡ് പൂക്കളുടെ പുറംതോട് എന്ന് പറയുന്നത് വൈറ്റാണ്. ഇത് ചെറിയ തയ്യായി ഇത് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്ലൈംബ് ചെയ്ത് അവിടെയും ഇതേ ഒരു സപ്പോർട്ട് ഉണ്ട്, ഒരു ക്ലാമ്പ് ഉണ്ട്, അവിടേക്ക് പടർത്തി കൊടുത്ത് ഇതുപോലെ നല്ല കൊലകുത്തി പൂക്കളിടും. അപ്പോൾ ഇതും ഈ കളറും മറ്റേ നിങ്ങൾ മുന്നേ കണ്ട ആ ഒരു പിങ്ക് വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. പൂക്കൾ ചെടി എപ്പോഴും വാങ്ങുമ്പോൾ ഞാൻ നോക്കാറുള്ളത് സീസണലായി പൂവിടുന്ന ചെടികളോട് എനിക്ക് വലിയൊരു താല്പര്യമില്ല. കൊല്ലം മുഴുവൻ പൂക്കൾ തരുന്ന, അതായത് ആ ഒരു ചെറിയ മഴക്കാലം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ പൂക്കൾ തരുന്ന ഒരു ചെടികളോടാണ് എനിക്ക് കമ്പം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.